മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് CBSEയിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഓൾഡ് ആൻഡ് ന്യൂ റിലീജിയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അന്നത്തെ കാലം മുമ്പ് ഏകദേശം 1780 ആ ഒരു കാലഘട്ടത്തിൽ പീപ്പിൾസ് ബിലീവ് ഇൻ ദ ഡിവൈൻ വാസ് സംടൈംസ് ഡീപ്ലി പേഴ്സണൽ. അവരവരുടെ ഡിവൈൻ, അവരുടെ ഭക്തി എന്താ ചിലപ്പോൾ അത് പേഴ്സണൽ ആയിട്ട്, അതായത് തികച്ചും വ്യക്തിപരമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ബട്ട് മോർ യൂഷ്വലി ഇറ്റ് വാസ് കളക്റ്റീവ്. അവരവരുടെ വിശ്വാസങ്ങൾ ഒന്നുകിൽ എന്താ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കളക്റ്റീവ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള എല്ലാവരും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു വിശ്വാസം കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഒന്നുകിൽ കളക്റ്റീവ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഡീപ്ലി പേഴ്സണൽ ആയിരിക്കും. അങ്ങനെയൊക്കെ കണ്ടിരുന്ന ആളുകളായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ദെൻ ഇറ്റ് വാസ് ഡ്യൂറിങ് ദിസ് പീരീഡ് ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഒക്കേർഡ് വാട്ട് വി കോൾ ഹിന്ദുയിസം ടുഡേ. ഓക്കെ, നമുക്കറിയാം ഹിന്ദുസം എന്ന് പറയുന്നത് എന്താണ്, പണ്ട് ഫോം ആയതാണ് ഹിന്ദുസം എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിരുന്നത് ബ്രാഹ്മണരായിരുന്നു. ഓക്കെ, നോക്കിക്കോ, ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് എന്ന് പറയുന്നത് എന്താ, ഈ ടെമ്പിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബ്രാഹ്മൺസ് ആയിരുന്നു ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ, അതായത് സമൂഹത്തിന്റെ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ ബ്രാഹ്മൺസ് എന്ന് പറയുന്നത്. ബ്രാഹ്മൺസ് ആയിരുന്നു സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ. അവരായിരുന്നു ക്ഷേത്രങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ കൺസ്ട്രക്ട് ചെയ്തത്. അവിടുത്തെ പ്രീസ്റ്റ്, പുരോഹിതന്മാരൊക്കെ ആരായിരുന്നു, ബ്രാഹ്മിൻസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ദെൻ അവരുടെ നോളജ്, അവർക്ക് സംസ്കൃത ടെക്സ്റ്റുകളിലൊക്കെ ഭയങ്കര നോളജ് ഉള്ളതുകൊണ്ട് സമൂഹത്തിൽ അവർക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് പറയുകയാണെങ്കിൽ, അടുത്തത് ആ ഒരു സമയത്തായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനമൊക്കെ വന്നത്. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. പിന്നെ ഫോം ചെയ്തിട്ടുള്ള ഒരു റിലീജിയൻ ആയിരുന്നു മക്കളെ, ഇസ്ലാമിക് മതം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിക് മതത്തിലെ ആ ഒരു പുസ്തകമല്ലേ, ഹോളി ബുക്കായിട്ടുള്ള ഖുറാന് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത് ഈ മെർച്ചൻസ്, ഈ വ്യാപാരികളും ദെൻ മൈഗ്രേൻസ്, അതായത് കുടിയേറി ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരില്ലേ, അവരായിരുന്നു ഈ ഖുറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോളി ബുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് ഇസ്ലാമിക് മതം നമ്മളെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് മുസ്ലിംസ് റിഗാർഡ് ടു ഖുറാൻ ആസ് ദെയർ ഹോളി ബുക്ക്. അവരുടെ ആ ഒരു പുസ്തകം, അവരുടെ വിശ്വാസമുള്ള ആ ഒരു പുസ്തകത്തെ ഹോളി ബുക്ക് എന്നായിരുന്നു ഖുറാനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്, അവർക്ക് വൺ ഗോഡായിരുന്നു, ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാണ് അള്ളാഹ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് ഒരു ഗോഡേ ഉള്ളൂ എന്നായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ, ആ അള്ളാഹിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്താണ്, സ്നേഹവും കിടപ്പാടും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ദെൻ എന്താണ്, മുസ്ലിംസിന് 2 ടൈപ്സ് ഉണ്ടായിരുന്നു, ഷിയ മുസ്ലിംസും സുന്നി മുസ്ലിംസും. ഷിയ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് മുഹമ്മദിന്റെ സണ്ണിൻലോ ആയിട്ടുള്ള അലിയെ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. അലി ആയിരുന്നു അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഷിയ മുസ്ലിംസിൽ അതിന്റെ ലീഡർഷിപ്പിൽ മുൻനിരയിൽ നിന്നത് ആരായിരുന്നു? യെസ്, പ്രോഫിറ്റ് മുഹമ്മദിന്റെ സണ്ണിൻലോ ആയിട്ടുള്ള അലി ആയിരുന്നു. ദെൻ സുന്നി മുസ്ലിം എന്ന് പറഞ്ഞാൽ അവരെന്താണ്, യെസ്, ഖലീഫമാരാണ് അവരുടെ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.